Hi friends, welcome to the Hunger Traveler. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൂരി. അപ്പോൾ പൂരിയുടെ കൂടെ എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങ് ഭാജിയാണ് ഉണ്ടാക്കാറുള്ളത്, ഉരുളക്കിഴങ്ങ് മസാല. അപ്പോൾ പൂരിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, 2 പച്ചമുളക് നടുവേ കീറിയത് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയിട്ടുള്ളൊരു മസാലക്കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം അരിഞ്ഞ് വെച്ച് വേവിച്ച് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനിവിടെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് തൊലി പൊളിച്ചിട്ടെടുക്കാം. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയണേ, മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് മുട്ട പുഴുങ്ങിയെടുക്കുക അല്ലേ. സബോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ നല്ല പഴുത്തൊരു തക്കാളി കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് 4 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് വേവിച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വരുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു പിടി തേങ്ങ ചിരവിയതെടുത്തിട്ട് അതിൻ്റെ 2ാം പാൽ എടുത്ത് വയ്ക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, 2ാം പാൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിള വരണം. നന്നായി തിള വന്ന ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതിന് ശേഷം മുട്ട ഇതേപോലെ നടുവേ കീറിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 2 നുള്ള് ഗരം മസാല ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ട ഇതിലൊന്ന് കിടന്നിട്ട് ഒരു 3 മിനിറ്റ് നേരം തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ പൂരിക്കുള്ള കറി റെഡിയാവാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്. ഇനി ഇതിൻ്റെ ഫ്ലേവർ, മുട്ടയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ് കുറുകുന്നത് വരെ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിവിടെ പൂരിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കൈകൊണ്ട് നനയ്ക്കാണ്ട്, കൈകൊണ്ട് കുഴയ്ക്കാണ്ട് പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.